ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഇടുക്കി ആരംഭിച്ചു. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ നമ്മളൊരു 45 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മുടെ പഴയ കാലം, ആ ഒരു നൊസ്റ്റാൾജിയ, അതൊരു ഫീലിംഗ് വേറെ തന്നെയാണല്ലേ. അപ്പം ഞാൻ ചെറുപ്പകാലത്ത് അത് പഠിച്ച സ്കൂള് എൻ്റെ വഴിയെ കഴിഞ്ഞ ദിവസം ഒന്ന് പോയേ. അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ഒരു അനുഭൂതി എനിക്ക് അനുഭവപ്പെട്ടു. ശരിക്കും പറയുകയാണ്, ഇത് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, നമ്മളും നമ്മുടെ പഴയകാലം ഓർക്കാനായിട്ട് നമ്മൾ സ്കൂളുകളിലേക്ക് തന്നെ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. അന്ന് നമുക്ക് ശരിക്കും എട്ടും പൊട്ടും തിരിയാത്ത ഒരവസ്ഥയിൽ ആ സമയത്താണല്ലോ അന്നൊന്നും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും അല്ലേ. അതായത് പഠിത്തത്തിൻ്റെ ടെൻഷനും സ്കൂളിൽ പോക്കും ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ചിന്ത. അപ്പോൾ ഇന്നിത് കാണുമ്പം ഉണ്ടാകുന്ന ആ അനുഭൂതിയില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ കാണുമായിരിക്കും. നിങ്ങളെല്ലാം പല പ്രാവശ്യം ഇങ്ങനെ സ്കൂളുകളിൽ ചെന്നിട്ടും കണ്ടിട്ടും ഉണ്ടാകാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടിമാലിക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു. പിന്നെ ഈ തോപ്രാംകുടിയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ. അവിടെയാണ് ഞാൻ ITC 2 വർഷം പഠിച്ചത്. അപ്പോൾ 90-91 കാലഘട്ടം. അപ്പോൾ അതും ഞാൻ ആ കോളേജിൽ നിന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് പല സീനറികളും ഈ പറഞ്ഞ പോലെ കല്ലാർകുട്ടി ഡാം കണ്ടു. അങ്ങനെ വിഷ്വൽ എഫക്റ്റായ ഒരു ജേർണിയായിരുന്നു ഇത്. ആ ഡാമിലെ വെള്ളം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൽ പോയപ്പോഴേ ഡാം മൊത്തം വറ്റിച്ചിട്ട് മൊത്തം വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മീൻ പിടിക്കുകയായിരുന്നു. സാധാരണ കല്ലാർകുട്ടിയിൽ അങ്ങനെ ഒരു പരിപാടിയെ നടക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെയാണെന്ന് തോന്നിയത്. അപ്പോൾ ഇപ്പം വെള്ളം നിറച്ചുണ്ട്, ഒത്തിരി പേര് വിസിറ്റേഴ്സ് ഉണ്ട്. ചെറിയ തോതിൽ വെള്ളം ഷട്ടൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ദിവസമായ ഞാനൊരു വീഡിയോ എല്ലാം ഓഡിയോയിലേക്ക് വന്നത്. ഇത് അടിമാലി തന്നെ ഉള്ളൊരു പാർക്കാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നുമല്ല, ഒരു ചെറിയൊരു പാർക്ക്. ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം അടിമാലിയിൽ നിന്ന് നമ്മൾ കോതമംഗലത്തിന് പോകുന്ന വഴി. ഇതാണ് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്നപ്പം ഡെയിലി പോയിക്കൊണ്ടിരുന്ന ചർച്ച്. എല്ലാ സൺഡേസിലും പോയിക്കൊണ്ടിരുന്ന ചർച്ച്. ഇത് മൂന്നാർ റോഡിലെ ആണ്. അവിടെ നിന്നൊരു അടിമാലിയിൽ നിന്നൊരു 2-3 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇനിയാണ് ഞാൻ പറഞ്ഞ ITC. ഇതാണ് അന്ന് ഞാൻ 2 വർഷക്കാലം 90-91 പഠിച്ച ITC. ഇന്ന് ഒത്തിരി മാറ്റങ്ങളായി. അന്ന് ഇതുപോലെ ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 2 ഫ്ലോർസ് ബിൽഡിങ് തന്നെ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് നമ്മുടെ അങ്ങനെ കോളേജിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. ഇത് ഞങ്ങൾക്ക് സ്റ്റുഡൻസിനായിട്ട് മാത്രമേ എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഇതൊരു വർക്ക്ഷോപ്പായിരുന്നു. പക്ഷേ പണ്ടൊക്കെ ഇച്ചിരിയുടെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളും ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആരും തന്നെ ഇല്ല. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ് ഓഫ് ജ്യോതിസ് ITC. ഇന്ന് പിള്ളേർ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. ട്രേഡുകളും കുറച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇത് വിസിറ്റ് ചെയ്തപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതി. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ. അപ്പോൾ ബൈ.